പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് അത് ആവശ്യപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് നമ്മൾ ഇന്ന് ആ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ കാണുന്നവർ വിചാരിക്കരുത് ഇത് സ്വന്തം വീടല്ല, നമ്മൾ താമസിക്കുന്ന ഒരിടം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഞാൻ താമസിക്കുന്ന ആ ഒരു റൂമിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴേന്ന് അതാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് കയറി വരാനുള്ള വഴി. അപ്പോൾ നമ്മൾ ആദ്യത്തേക്ക് ഇതുപോലെ കോണിയൊക്കെ ഇതുപോലെ കയറി വന്ന് വീണ്ടും തിരിഞ്ഞ് ഒരു കോണിയും കൂടി കയറണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വെളിച്ചമൊക്കെ തരുന്നത് നമ്മുടെ ആ സ്വിച്ചും, പിന്നെ എനിക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ എന്താ പറയുക CCTV ക്യാമറയാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നേരെ നമ്മുടെ വരാന്തയിലേക്കാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഈ വരാന്ത കയറുന്നതൊക്കെ മുന്നേ ആയിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. ഫസ്റ്റിൽ ഈ ഒരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഒരു എന്താ പറയുക ഇലക്ട്രീഷ്യന്മാരുടെ ഒരു റൂമാണത്. അപ്പോൾ അവർ മിക്കവാറും അവിടെ ഉണ്ടാവില്ല. അവർ എന്താ പറയുക അവരുടേതായിട്ടുള്ള വർക്കിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നേരെ ഇത് ടെറസിലേക്കുള്ളൊരു ചെറിയൊരു കോണിയാണ്. പക്ഷേ ടെറസ് അവിടെ കടക്കാനുള്ള ഡോറൊക്കെ അവിടെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. നേരെ തിരിഞ്ഞ് നമ്മൾ വരാന്തയിലേക്ക് എത്തി. നമ്മുടെ വരാന്തയാണ് കേട്ടോ ഈ കാണുന്നത്. വരാന്തയിൽ നേരെ ഇതേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ചെയർ കിടക്കുന്നില്ലേ, അവിടെയാണ് കേട്ടോ നമ്മുടെ താമസ സ്ഥലം. അപ്പം മെല്ലെ മെല്ലെ നമ്മളിതേ നമ്മുടെ താമസ സ്ഥലത്തേക്ക് ഇതേ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടുന്ന് ഇനി നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അറ്റം വരയ്ക്കും അവിടെ ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. അപ്പുറത്തെ ഒരു സൈഡിലായിട്ട് ഒരു റൂമുണ്ട്. നേരെ നോക്കുമ്പോൾ ഇതേ ഞാൻ കണി കണ്ടുണരുന്ന എൻ്റെ ആക്രിക്കടയുണ്ട് കേട്ടോ. അപ്പം ജമാലിക്കയാണ് അവിടെ ആക്രിക്കടയിലത്തെ. ജമാലിക്ക വലിയ കമ്പനിയൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ചിരിക്കും നോക്കും. പക്ഷേ എനിക്ക് നല്ല ഇതാണ് കേട്ടോ, ധൈര്യമാണ് കേട്ടോ എനിക്ക് ജമാലിക്കൊക്കെ അവിടെ ഉള്ളപ്പോൾ. ഇനി തൊട്ടപ്പുറത്ത് ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. അതിൽ താമസക്കാരില്ല. അവർ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയിട്ട് 1-2 മാസമായിട്ടോ അവർ ഇവിടുന്ന് പോയിട്ട്. അങ്ങനെ ദേ നേരെ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ റൂം എന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. സെപ്പറേറ്റ് ബെഡ്റൂമോ കാര്യങ്ങളോ നമുക്കില്ല. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ റൂമിൽ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന റൂമുകളാട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു വസ്തുക്കളൊന്നും നമ്മളുടെ രാജീവേട്ടൻ്റെ പണി സാധനങ്ങളാണ് കേട്ടോ. സൈറ്റിലേക്ക് ആവശ്യമുള്ള ആളുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആ കൂട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേ എനിക്ക് കാവലായിട്ട് ഇതേ ഇവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ട് കേട്ടോ. ചെറിയൊരു വിഗ്രഹമുണ്ട്. പിന്നെ ഇതേ എന്താ പറയുക അകമ്പടിയായിട്ട് ഒരു ഫാനും കൂടിയാണ് ഈ റൂമിലുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ രാജീവേട്ടൻ്റെ കോട്ട് ഇരിക്കുന്നുണ്ട്. മഴയില്ലാത്ത കാരണം കൊണ്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതേ നേരെ വാതിൽ തുറന്നാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മുടെ വരാന്ത, അതുപോലെ തന്നെ പുറത്തത്തെ കാഴ്ചകൾ മാത്രം. ഇനി ഇത് നേരെ നമ്മളുടെ ബെഡ്റൂം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ആ ഒരു റൂമാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇത് ഈ ഒരു ഒറ്റ റൂം, ആ ചെറിയ റൂം കിടന്നിട്ടുണ്ടെങ്കിൽ നേരെ വരുന്നത് ഇങ്ങടാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു മുഴുവൻ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യണത്. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ പുറകിലായിട്ട് ബാത്റൂമാണ് കേട്ടോ വരണത്. അപ്പോൾ ഈ ഒരു റൂമിൽ ഇത്രയ്ക്ക് സൗകര്യമുള്ളൂ. ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. ഇത് ചിലപ്പോൾ ആ ചെറിയ റൂമിലാട്ടോ അതിൻ്റെ സ്ഥിരം സ്ഥലം ഉണ്ടാവാറ്. പക്ഷെ ഞാൻ ട്രൈപോഡൊക്കെ വെച്ചിട്ട് വല്ല വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ പറയുക ഈ റൂമിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൂമിൽ ഒരു അലങ്കാര വസ്തുക്കൾ എന്ന് പറയാനായിട്ടുള്ളൂ. ഞങ്ങൾ ആർഭാട വസ്തുക്കളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ച് നമ്മൾ സൂക്ഷിക്കില്ല. കാരണം നമ്മൾ ഇതുപോലെ റൂമുകളൊക്കെ ചിലപ്പോൾ മാറേണ്ടയൊക്കെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങളൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് രാജീവേട്ടൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു റൂമിൽ നിന്ന് ജനവാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ റോഡ് തന്നെയാണ് കേട്ടോ കാണാനുള്ളത്. ഇത് കുന്നംകുളം സൈഡിലേക്ക് പോകുന്ന റോഡാണിത്. നേരെ ആ ബസ്സൊക്കെ വരുന്നത് നേരെ കുന്നംകുളം റൂട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി ഇത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് എൻ്റെ എന്താ പറയുക എനിക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഇതൊക്കെ നിറയെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു ആഴ്ചയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഓണത്തിലേക്കുള്ളതും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റിച്ചിങ്ങിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ രാജീവേട്ടൻ തന്നെ അവിടെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി തന്നതാട്ടോ. കാര്യം നമുക്ക് കുറേ അലമാരിയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ റൂമിൽ ഒട്ടും സൗകര്യമില്ലാത്ത റൂമായതുകൊണ്ട് തന്നെ. പിന്നെ അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു തട്ട് കാണുന്നില്ലേ നിങ്ങൾ, ആ ഒരു സംഭവത്തിലാണ് കേട്ടോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണങ്ങാനായിട്ട് നമ്മൾ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ തലേദിവസമൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഞാൻ ബാത്റൂമിൽ തന്നെയാണ് നമുക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യം. പക്ഷേ പുറത്ത് പോയിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ അത് ആ ഒരു ബ്ലോക്കിൻ്റെ അറ്റത്തോട്ട് നമുക്ക് പോകണം.
ഒരു ദിവസം നമുക്കിതുപോലെ മൊത്തം ഞാൻ ഈ ഒരു ബിൽഡിങ്ങും കൂടെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഇട്ടിട്ട് എന്നെ ഇപ്പോൾ ദിവസങ്ങളായി, ആരും എന്നെ ഒന്നും പറയരുത്. ഇനി ഞാൻ നിന്നിരുന്ന സൈഡാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഞാൻ നിന്നിരുന്ന ഈ ഒരു സൈഡിൽ ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്ന ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാത്റൂമും കൂടി ഉണ്ട്. പിന്നെ ആ ഒരു നീല ആ ഒരു സംഭവം കാണുന്നത് ഞാൻ എന്താ പറയുക, നമുക്കിപ്പോൾ ഡെയിലി ഞാൻ അത് നമ്മളിപ്പോൾ ഉണങ്ങി വന്നിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. ആ ഒരു എന്താ പറയുക, ചെറിയൊരു ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയെന്ന ഒരു സംഭവം, അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള വരുന്നത്. അടുക്കള ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല, കാരണം അടുക്കളയിൽ അത്യാവശ്യം പാത്രങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പോൾ ആ റൂമിൽ നിന്ന് നേരെ നമ്മൾ അടുക്കളയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിൽ ഇതേ ഇത്ര ഒരു സൗകര്യമുണ്ട്. ചെറിയൊരു അലമാരി ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഇതേ ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല കേട്ടോ, ഏകദേശമൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി എല്ലാതും ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീട്ടിൽ. അപ്പോൾ ഇവിടെ അതെ നമുക്ക് അടുക്കളയിലെ ജനവാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കാണുക നമുക്ക് റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആൾക്കാരേനൊക്കെ കാണാം, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം ആൾക്കാർ അങ്ങനെ കയറി വരാറില്ല. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക് നമ്മൾ ഈ ഒരു താമസിക്കുന്ന ഈ ഒരു വീട്ടിന് വേണ്ടിയിട്ട്. പിന്നെ വീട് നമ്മൾ മുന്നേ താമസിച്ചിരുന്ന വീടാണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. പ്രത്യേകിച്ച് റോഡ് സൈഡും കൂടി ആയപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ കൂടുതലൊരു ഇഷ്ടം എനിക്ക് തോന്നാനുള്ളൊരു കാരണം അതാണ് കേട്ടോ. പിന്നെ എന്താ അവിടെ ആകുമ്പോൾ നേരം പോകുമ്പോൾ കുറേ വണ്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റോഡിലൊക്കെ നോക്കി ഇരുന്നാൽ തന്നെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ മാറിപ്പോവാറുണ്ട്. പിന്നെ എന്താ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ നമ്മുടെ ഹോം ടൂറായിട്ട് തന്നെയാണ് നമ്മളിതൊരു ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എനിക്ക് തരണം. അപ്പോൾ എൻ്റെ അടുക്കളയൊക്കെ കണ്ടില്ലേ. പിന്നെ അതേ പാത്രങ്ങൾ സൂക്ഷിക്കാനും പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കാറുള്ളൂ. അതായത് ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങനെയൊക്കെ കുറേ വാങ്ങിച്ച് വെച്ചിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിന്, അതായത് നശിപ്പിച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വീണ്ടും വരാന്തയിൽ ഇതേ കയറി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടെ കാണാനായിട്ട് നമ്മൾ വരാന്തയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു ചെറിയൊരു സൗകര്യത്തിൽ, പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ രാജുവേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതലൊരു വിഷമമുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ താഴെ ഒരു താത്ത താമസിക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മുടെ താഴെയുള്ളത് റൂമിന് താഴത്തെ നിലയിലൊക്കെ എന്താ പറയുക ബേക്കറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് നമ്മുടെ ബിൽഡിങ്ങും പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എൻ്റെ വീട് ഒന്നും കൂടെ ഓടിച്ചിട്ട് കാണിച്ചു തരാണ്. നമ്മൾ പുറത്തുനിന്ന് നേരെ വന്ന് നമ്മൾ ആ ചെറിയ റൂം അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ അകത്തോട്ടാണ് കേട്ടോ വരുന്നത്. നേരെ ബെഡ്റൂം എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് ഇത്രയ്ക്ക് ഈ ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. വാഷ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കൂടുതലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ റൂമിൽ നിന്ന് അങ്ങനെ പോവാറില്ല. എന്തെങ്കിലുമൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആ ബാക്കിലത്തെ ആ ഒരു താമസക്കാരൊക്കെ ഉള്ള ആ ഒരു സൈഡിലേക്ക് നമ്മൾ പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ കിച്ചൺ, ഇതുപോലൊരു ബെഡ്റൂം, അതുപോലെ ചെറിയൊരു റൂം, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു താമസ സൗകര്യത്തിൽ. പിന്നെ അപ്പുറത്തെ റൂം ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. കുറച്ചൊരു ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതേ നമ്മൾ ഓമനിച്ച് നട്ട് വളർത്തുന്ന നമ്മുടെ ചെടികൾ, 2 ചെടികളുള്ളൂ കേട്ടോ. പിന്നെ അതേ ഈ ഒരു പരിസരം ഇത് വടക്കാഞ്ചേരി ഓട്ടുപാറ റൂട്ടാണത്. നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ തിരിയുക. ആ വളവ് തിരിഞ്ഞ സ്റ്റാൻഡ് തന്നെയാണ്, ഓട്ടുപാറ സ്റ്റാൻഡിലേക്കാണ്. പിന്നെ അതേ ഇത് നേരെ ചെല്ലുന്നത് കുന്നംകുളം റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇവിടെ കുറേ കടമുറികളും ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഉണ്ട്. എനിക്ക് നേരം പോകാനൊക്കെ അത്യാവശ്യം ഇതൊക്കെ മതി കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാനും പറയാനും മാത്രമായിട്ട്. അപ്പോൾ നമ്മുടെ വീട് മാത്രം കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ വീട് നമ്മുടെ ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാം. പിന്നെ ഇനി വേറൊന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ.